നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ജൂലൈ 10-ാം തീയതി പൗർണമിയാണ്. വ്യാഴാഴ്ചയോട് ചേർന്ന് വരുന്ന പൗർണമി ആയതുകൊണ്ട് തന്നെ ഗുരു പൂർണിമ എന്നാണ് ഈ പൗർണമിയെ വിശേഷിപ്പിക്കുന്നത്. ദേവീ കടാക്ഷത്തിലൂടെ കുടുംബാഭിവൃദ്ധി നേടുവാൻ വളരെയധികം പ്രാധാന്യമുള്ള ദിനമാണ് പൗർണമി അഥവാ വെളുത്തവാവ്. ഓരോ മാസത്തിലെയും പൗർണമി ദിവസം വീട്ടിൽ വിളക്ക് തെളിയിച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഐശ്വര്യം വർദ്ധിക്കുകയും ദാരിദ്ര്യ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നതുമാണ്. അതിനുവേണ്ടി പൗർണമി ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് അത്യുത്തമമാണ്. മാതൃരൂപിണിയാണ് ദേവി. മാതൃപൂജ ഒരു വ്യക്തിയുടെ സകല പാപങ്ങളെയും കഴുകിക്കളയുന്നു. മാതൃസ്നേഹത്തിന്റെ അളവ് വിവരണാതീതമാണ്. അതുപോലെ തന്നെ തെളിഞ്ഞ മനസ്സോടുകൂടി ഭഗവതിയെ ധ്യാനിച്ച് പൗർണമി ദിനത്തിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിലൂടെ ദേവി പ്രീതി ലഭിക്കുന്നതാണ്. ഇനി ചൊല്ലുവാൻ സാധിച്ചില്ലെങ്കിൽ ഈ ദിവസം ലളിതാ സഹസ്രനാമം കേൾക്കുന്നതും ഉത്തമമാണ്. ഇനി കുടുംബ ഐശ്വര്യത്തിനു വേണ്ടി ഇന്ന് പൗർണമി ദിവസം ദേവി പ്രീതികരമായ കർമ്മങ്ങൾ നമ്മുടെ വീട്ടിൽ അനുഷ്ഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ദേവി കടാക്ഷത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യം, അഭിവൃദ്ധി, സമാധാനം എന്നിവ നിറയുന്നതാണ്. പൗർണമി ദിവസം ഈ കാര്യങ്ങൾ ആചരിക്കുന്നതിലൂടെ മാതൃസ്വരൂപിണിയായ ഭഗവതി നമ്മുടെ വീട്ടിൽ എക്കാലവും കുടിയിരിക്കുന്നതാണ്. ദേവി പ്രീതിക്ക് മാത്രമല്ല സർവ്വ ദേവതാ പ്രീതിക്കും പൗർണമി ദിവസം ഉത്തമമാണ്. ഈ ദിവസം പൂർണ്ണ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും വളരെ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതുമാണ്. ഇനി ചന്ദ്രഭഗവാന്റെ മുഴുവൻ ആധിക്യവും നിറഞ്ഞു നിൽക്കുന്ന ദിവസമാണ് ഓരോ മാസത്തിലും വരുന്ന പൗർണമി. അതുകൊണ്ട് തന്നെ ഓരോ മാസത്തിലും വരുന്ന പൗർണമിക്ക് ഓരോ വിധത്തിലുള്ള ഫലങ്ങളുമാണ് ഉണ്ടാകുന്നത്. ഇന്ന് വ്യാഴാഴ്ചയോട് ചേർന്ന് വരുന്ന പൗർണമി ആയതുകൊണ്ട് തന്നെ ഇത് ഗുരു പൂർണിമ എന്നാണ് അറിയപ്പെടുന്നത്. അതിനാൽ ഗുരുവിൻ്റെ അനുഗ്രഹം നേടിയെടുക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണിത്. ഇന്ന് അതിശക്തിയാർന്ന പൗർണമി ദിവസം ചന്ദ്രഭഗവാനെ ഗുരുവായി സങ്കല്പിച്ച് ഇനി പറയുന്ന ഒരേ ഒരു മന്ത്രം ചൊല്ലിയാൽ മാത്രം മതി. ഇപ്പോൾ നിരന്തരമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികപരമായ എല്ലാ പ്രശ്നങ്ങളും മാറി പണവരവ് പല മടങ്ങായി പെരുകുന്നതാണ്. ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുവായി ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ തരത്തിലുള്ള നന്മകളും അതിൻ്റേതായ ഫലങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങൾക്കും അനുയോജ്യമായ മന്ത്രങ്ങളുമുണ്ട്. അങ്ങനെയുള്ള മന്ത്രങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി നമ്മൾ ചൊല്ലുന്നതിലൂടെ ആ ഗ്രഹങ്ങൾ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ പടിപടിയായി കുറയുന്നതിനോടൊപ്പം തന്നെ ആ ഗ്രഹങ്ങളുടെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതുമാണ്. ചന്ദ്രഭഗവാനെ മനോകാരകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഏതൊരു കാര്യം ചെയ്താലും അത് വളരെ വ്യക്തമായും കൃത്യതയോടും കൂടി നമ്മൾ ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. മാത്രമല്ല ചെയ്യുന്ന കാര്യത്തിൽ ശരിയായ നല്ല തീരുമാനം എടുക്കണമെങ്കിൽ അതിന് നമ്മുടെ മനസ്സ് നല്ല രീതിയിൽ ചിന്തിച്ചു പ്രവർത്തിക്കേണ്ടതാണ്. ഇങ്ങനെ നല്ലതുപോലെ ചിന്തിച്ച് ഓരോ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് സാക്ഷാൽ ചന്ദ്രഭഗവാനാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് സംബന്ധമായ അല്ലെങ്കിൽ മാനസികപരമായ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരും പൗർണമി ദിവസം ചന്ദ്രഭഗവാനെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പടിപടിയായി കുറഞ്ഞ് ആ പ്രശ്നങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ്. അതുകൊണ്ട് ഇന്ന് പൗർണമി ദിവസം ചന്ദ്രഭഗവാന്റെ മുഴുവൻ ആധിക്യവും നിറഞ്ഞ ഈ അത്ഭുത ദിവസം ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ പണം സംബന്ധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുന്നവർക്ക് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറി കുടുംബത്തിൽ പണവരവ് അല്ലെങ്കിൽ ധനവരവ് പെരുകുന്നതാണ്. അതിനാൽ പണം സംബന്ധമായ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരും, കഴുത്ത് ഞെരിക്കുന്ന അളവിൽ കടബാധ്യത മൂലം വിഷമിക്കുന്നവരും, പണയത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരും, അങ്ങനെ പണം സംബന്ധമായ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരും ഇന്ന് അതിശക്തിയാർന്ന ഈ പൗർണമി ദിവസം എത്ര തിരക്കുണ്ടെങ്കിലും ഇന്നൊരേ ഒരു ദിവസം മാത്രം ഈ മന്ത്രം ചൊല്ലുവാൻ മറന്നു പോകരുത്. ഇന്ന് മുഴുവനും പൗർണമി തിഥി ഉള്ളതുകൊണ്ട് തന്നെ രാത്രിയിൽ 12 മണിക്ക് മുൻപ് ഏതൊരു സമയത്തും ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇനി ഈ മന്ത്രം എത്ര തവണയാണ് ചൊല്ലേണ്ടതെന്നാൽ പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ചന്ദ്രഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വെറും ഒരേ ഒരു തവണ മാത്രം ഈ മന്ത്രം ചൊല്ലിയാൽ മതിയാകും.
ഇന്ന് വൈകിട്ട് കൃത്യം 7 മണി മുതൽ രാത്രി 12 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. സന്ധ്യയ്ക്ക് പൗർണമി നിലാവ് നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ ടെറസിലോ നിന്നുകൊണ്ട് പൗർണമി നിലാവ് ദർശിച്ച് ചന്ദ്രഭഗവാനെയും ശിവഭഗവാനെയും ദേവിയെയും നിങ്ങളുടെ കുടുംബ ദേവതയെ അല്ലെങ്കിൽ കുലദൈവത്തെയും നല്ലതുപോലെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചെറിയ കഷ്ണം വെള്ള പേപ്പറിൽ ആദ്യം ഇനി പറയുന്ന മന്ത്രം ഒരേ ഒരു തവണ എഴുതുക. അതിനുശേഷം ഈ പേപ്പർ നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ വെച്ചുകൊണ്ട് വേണം പൗർണമി നിലാവ് ദർശിക്കേണ്ടത്. ഇനി എഴുതേണ്ട ആ മന്ത്രം ഏതാണെന്ന് നോക്കാം. ഓം ശ്രീം സം ചന്ദ്രായ ധനം പണം വസി വസി. ഓം ശ്രീം സം ചന്ദ്രായ ധനം പണം വസി വസി. ഓം ശ്രീം സം ചന്ദ്രായ ധനം പണം വസി വസി. ഇനി എഴുതിയ ഈ പേപ്പർ നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് പൗർണമി നിലാവ് ദർശിച്ച് ഒരു തവണ ഈ മന്ത്രം ചൊല്ലേണ്ടതാണ്. ഇനി മഴ കാരണമോ അല്ലെങ്കിൽ കാർമേഘങ്ങൾ മൂലമോ ഇന്ന് പൗർണമി നിലാവ് ദർശിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിലിരുന്നും ഈ വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി പൗർണമി നിലാവ് ദർശിക്കുമ്പോൾ ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് നല്ലതുപോലെ ഭഗവാനോട് പ്രാർത്ഥിക്കുക. സാമ്പത്തിക തടസ്സങ്ങൾ മാറണേ എന്നും കടബാധ്യതകൾ എത്രയും പെട്ടെന്ന് തീരണേ എന്നും വരുമാനം വർദ്ധിക്കണമേ എന്നും പണം എപ്പോഴും കയ്യിൽ നിലനിൽക്കണേ എന്നും നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ഇങ്ങനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള ആ പേപ്പർ മടക്കി നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് അവിടെ വെക്കാവുന്നതാണ്. അലമാരയിലോ മണി പേഴ്സിലോ ഹാൻഡ് ബാഗിലോ അല്ലെങ്കിൽ പണപ്പെട്ടിയിലോ വെക്കുക. ഇനി പേപ്പറിൽ മന്ത്രം എഴുതുമ്പോൾ ചുവപ്പ് അല്ലെങ്കിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതാവുന്നതാണ്. ചന്ദ്രഭഗവാന്റെ ബീജമന്ത്രങ്ങൾ കലർന്ന മന്ത്രമാണിത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രം എഴുതിയ പേപ്പർ പണത്തോടൊപ്പം വെക്കുന്നതിലൂടെ അത്രയും അധികം അളവിൽ പണവരവ് വർദ്ധിക്കുന്നതാണ്. ഇനി മന്ത്രം ചൊല്ലുമ്പോഴും എഴുതുമ്പോഴും ഒരുപാട് ധൃതിപ്പെട്ട് വേഗത്തിൽ ചൊല്ലുകയോ എഴുതുകയോ ചെയ്യരുത്. സാവധാനത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഇത് ചെയ്യേണ്ടത്. ചന്ദ്രഭഗവാന്റെ ആധിക്യം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഈ അതിശക്തിയാർന്ന പൗർണമി ദിവസം പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി വെറും ഒരേ ഒരു തവണ ഈ അത്ഭുത മന്ത്രം ചൊല്ലുന്നതിലൂടെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണവശ്യമുണ്ടാകുവാനുള്ള യോഗം പല മടങ്ങായി നിങ്ങൾക്ക് പെരുകുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ലഭിച്ച ഈ അത്ഭുത അവസരം എന്തു കാരണം കൊണ്ടാണെങ്കിലും ആരും തന്നെ നഷ്ടപ്പെടുത്തരുത്. എല്ലാവർക്കും ശിവഭഗവാന്റെയും ചന്ദ്രഭഗവാന്റെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.